കഴിഞ്ഞ പ്രാവശ്യം കേട്ട ഭാഗം ഒന്നുകൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുഖ്യ സദസ്യരുടെ ഈ വിധത്തിലുള്ള അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് കർമ്മം നടത്താൻ ചുമതലപ്പെട്ട വിപ്രന്മാർ ആ രാജാവിന് സന്താനമുണ്ടാകാനായി യജ്ഞരൂപത്തിൽ പശുക്കളിൽ വസിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായി ഹവിസ് ഹോമിച്ചു. യജ്ഞരൂപത്തിൽ പശുക്കളിൽ വസിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു, പശു എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്തും പശുവാണ്. അപ്പോൾ ആ പശുക്കളുടെ ജീവിതം എന്ന് പറയുന്നതാണ് യജ്ഞം. ജീവിതമാകുന്ന യജ്ഞരൂപത്തിൽ പശുക്കളിൽ നിലകൊള്ളുന്നത് ഭഗവാൻ മഹാവിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായിക്കൊണ്ട് വിപ്രന്മാർ ഹവിസ് ഹോമിച്ചു. സ്വർണ നിർമ്മിതമായ ഒരു പാത്രത്തിൽ വെന്തു പാകമായ പായസവും കയ്യിലേന്തി ശുദ്ധശുഭ്രമായ വസ്ത്രങ്ങൾ അണിഞ്ഞും സ്വർണമാല ധരിച്ചും ഒരു ദിവ്യപുരുഷൻ ആ ഹോമാഗ്നിയിൽ നിന്നും ആവിർഭവിച്ചു. യാഗം ചെയ്തപ്പം, യജ്ഞം ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്വർണ നിർമ്മിതമായ ഒരു പാത്രത്തിൽ വെന്തു പാകമായ പായസവും കയ്യിലേന്തി ശുദ്ധശുഭ്രമായ വസ്ത്രങ്ങൾ അണിഞ്ഞും സ്വർണമാല ധരിച്ചും ഒരു ദിവ്യപുരുഷൻ ആ ഹോമാഗ്നിയിൽ നിന്നും ആവിർഭവിച്ചു. ഋത്വിക്കുകളുടെ അനുജ്ഞയോടെ ആ മഹാരാജാവ് ഇരു കൈകളും നീട്ടി പായസം സ്വീകരിച്ചു. സന്തോഷപുരസരം മണത്തു നോക്കി. ഉദാരമനസ്കനായ രാജാവ് യജ്ഞകർമ്മം നിർവഹിച്ച ബ്രാഹ്മണർക്ക് കണക്കറ്റു ദക്ഷിണ നൽകിയ ശേഷം പായസം തൻ്റെ പത്നിക്ക് കൊടുത്തു. അപ്പോൾ പായസം കയ്യിൽ കിട്ടിയപ്പം ആദ്യം മണത്താൻ നോക്കുന്നത്. മണത്ത് നോക്കിയും ഭക്ഷിക്കാം. അപ്പം മണത്ത് നോക്കിയ നിവേദ്യ സാധനങ്ങൾ ദേവതകൾക്ക് നിവേദിക്കാറില്ല. കാരണം മണത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കഴിച്ചതുപോലെയാണ്, ബാക്കി വന്നതാണ്, ഉച്ഛിഷ്ടമാണ്. അപ്പം അത് നേദിക്കാറില്ല. അപ്പം മണത്ത് നോക്കി, ആദ്യം കിട്ടിയത് മണത്ത് നോക്കി. നമ്മളും സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. കിട്ടുന്ന ആഹാരം ആദ്യം മണത്തു നോക്കും. കഴിക്കുന്നതിന് മുമ്പ് മണം ഹിതകരമാണെങ്കിൽ മാത്രമേ നമ്മൾ രുചിയോടുകൂടി ആഹാര പദാർത്ഥങ്ങളെ ആഹരിക്കാറ് പതിവുള്ളൂ. അപ്പം ഇവിടെയും ആ പാത്രം കിട്ടിയപ്പം ഋത്വിക്കുകളുടെ അനുജ്ഞയോടെ, അവരുടെ അനുവാദത്തോടുകൂടി, തനിക്ക് വേണ്ടിയിട്ടാണ് ഈ ദിവ്യപുരുഷൻ ഉണ്ടായത് എന്ന് രാജാവിന് അറിയാമെങ്കിലും രാജാവ് ആ ഋത്വിക്കുകളുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ആ പായസം സ്വീകരിച്ചത്. എന്നിട്ട് ആ പായസം സ്വീകരിച്ച ഉടനെ തന്നെ അത് ഭാര്യയ്ക്ക് കൊടുത്ത് കഴിക്കുകയല്ല ചെയ്തത്. ആ പായസം കിട്ടിക്കഴിഞ്ഞിട്ട് അതിന് കാരണക്കാരായിട്ടുള്ള ഋത്വിക്കുകൾക്ക് കണക്കറ്റ് ദക്ഷിണ നൽകിയ ശേഷം, എത്രയാണെന്ന് അറിയാത്ത അത്ര ദക്ഷിണ നൽകിയ ശേഷം പായസം തൻ്റെ പത്നിക്ക് കൊടുത്തു. സന്താനങ്ങളില്ലാതിരുന്ന ആ രാജ്ഞി പുരുഷ സന്തതി ഉണ്ടാകുവാൻ സഹായകമായ ആ പായസം ഭക്ഷിച്ചു. നമുക്ക് രാമായണത്തിലും ഇതുപോലെ കാണാൻ സാധിക്കും. ദശരഥ മഹാരാജാവ് അഗ്നി പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ടാണ് കുട്ടികളുണ്ടാവുന്നത്. പുത്രകാമേഷ്ടി യാഗം നടത്തി പായസം കിട്ടുകയും ആ പായസം പകുത്ത് തൻ്റെ ഭാര്യമാർക്ക് കൊടുക്കുകയും ചെയ്ത കഥയൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അപ്പം ഈ അഗ്നിയിൽ നിന്ന് ദേവത ആവിർഭവിച്ച് പായസം കൊടുത്തു. ആ പായസം ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ എന്ത് ചെയ്തു? സന്താനങ്ങളില്ലാതിരുന്ന ആ രാജ്ഞി പുരുഷസന്തതി ഉണ്ടാവാൻ സഹായകമായ ആ പായസം ഭക്ഷിച്ചു. പുരുഷസന്തതികളാണ് പണ്ട് വളരെ പ്രധാനപ്പെട്ടതായി കരുതിയിരുന്നത്. വൈകാതെ അവൾ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്തു. കാലമായപ്പോൾ രാജ്ഞി ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ പായസം കഴിച്ച ഉടനെ ഗർഭിണിയാവുകയല്ല ചെയ്തത്. പായസം കഴിച്ചു, വൈകാതെ അവൾ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്തു. കാലമായപ്പോൾ രാജ്ഞി ഒരു പുത്രനെ പ്രസവിച്ചു. അങ്ങനെയുണ്ടായ ആ പുരുഷ സന്താനം കേവലം ബാലനായിരിക്കുമ്പോൾ തന്നെ മാതാമഹനായ മൃത്യുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരുവനായിട്ടാണ് കാണപ്പെട്ടത്. അംഗരാജാവ് പൂർവജന്മത്തിൽ ചെയ്ത അധാർമിക വൃത്തിയുടെ ഫലമായ പാപത്തിൻ്റെ അംശത്തിൽ നിന്ന് പിറവിയെടുത്തവനായതുകൊണ്ട് അവൻ അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ ചരിച്ചു. യാഗാഗ്നിയിൽ നിന്ന് ഉദ്ഭവിച്ച ദിവ്യപുരുഷന്റെ കയ്യിൽ നിന്ന് പായസം കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടു പോലും ആ പുത്രൻ അധർമ്മനിഷ്ഠനായിരുന്നു.
അപ്പൊ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതെല്ലാം എപ്പോഴും നല്ലതായിരിക്കണം എന്നില്ല എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് കിട്ടുന്നതെന്തോ അത് സ്വീകരിക്കുകയാണ് ഉത്തമം. പലപ്പോഴും ഈ പിടിച്ചു വാങ്ങിക്കുന്നത് അത് നമുക്ക് ഗുണത്തിനായി വന്നുകൊള്ളണം എന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ യജ്ഞമൊക്കെ ചെയ്തത്. യജ്ഞത്തിൻ്റെ ഫലവും ശുഭമാണ്. ദിവ്യപുരുഷൻ വന്നു, പായസം കൊടുത്തു. ആ പായസം കിട്ടിയപ്പോൾ രാജാവ് വേണ്ടതുപോലെ തന്നെയാണ് പെരുമാറിയത്. ഋത്വികൾക്ക് കണക്കറ്റ് ദക്ഷിണ കൊടുത്തു. ആ ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഭാര്യ പുത്രൻ ഉണ്ടാകാൻ എന്ന സങ്കല്പത്തിൽ ആ പായസം കഴിക്കുന്നത്. ക്രമേണ ആ രാജ്ഞി ഭർത്താവിൽ നിന്ന് തന്നെ ഗർഭം ധരിക്കുകയും കാലമായപ്പോൾ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. പക്ഷെ ആ പുത്രൻ സദ്ഗുണസമ്പന്നൻ ആയിരുന്നില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈശ്വരാനുഗ്രഹം കൊണ്ടു കിട്ടുന്നതാണെങ്കിലും അത് നല്ലതായി കൊള്ളണം എന്നില്ല. ജീവിതം നമുക്ക് തരുന്നതെന്തോ അത് സന്തോഷത്തോടു കൂടി രണ്ട് കൈയും നീട്ടി വാങ്ങിക്കുകയാണ് ഉത്തമം. ജീവിതത്തിൽ ആഗ്രഹങ്ങളുടെ പിന്നാമ്പുറം പറ്റി ഈശ്വരനിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചു വാങ്ങിക്കുമ്പോൾ അതെപ്പോഴും ഗുണമായി കൊള്ളണം എന്നില്ല. സന്താനങ്ങളില്ലാതിരുന്ന ആ പായസം ഭക്ഷിച്ചു. അങ്ങനെയുണ്ടായ ആ പുരുഷ സന്താനം കേവലം ബാലനായിരിക്കുമ്പോൾ തന്നെ മാതാമഹനായ മൃത്യുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരുവനായിട്ടാണ് കാണപ്പെട്ടത്. മൃത്യുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നിനെയും കൊല്ലും. ഇപ്പം മൃത്യുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരുവനായിട്ടാണ് കാണപ്പെട്ടത്. അംഗരാജാവ് പൂർവജന്മത്തിൽ ചെയ്ത അധാർമിക വൃത്തിയുടെ ഫലമായ പാപത്തിൻ്റെ അംശത്തിൽ നിന്ന് പിറവിയെടുത്തവനായതുകൊണ്ട് അവൻ അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ ചരിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജനിച്ചതാണെങ്കിലും അവൻ്റെ കർമ്മഫലമനുസരിച്ച് മുന്നോട്ട് പോയി. നായാട്ടിൽ താല്പര്യമുള്ള ദുഷ്ടനും ക്രൂരനുമായ വേനൻ അമ്പും വില്ലും കയ്യിലേന്തി കാട്ടിൽ കടന്ന് സാധു മൃഗങ്ങളെ കൊന്നെടുക്കുക പതിവായിരുന്നു. അതുകൊണ്ടാണ് മാതാമഹനായ മൃത്യുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം തികഞ്ഞയാളാണ് എന്ന് പറഞ്ഞത്. ഈ വേനൻ നായാട്ടിൽ താല്പര്യമുള്ള ദുഷ്ടനും, നായാട്ടിൽ താല്പര്യമുണ്ടാവുക ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ നായാട്ടിൽ താല്പര്യമുള്ളയാള് ദുഷ്ടനാണ്, വേണ്ടാതെ കൊല്ലും. നായാട്ടിൽ താല്പര്യമുള്ള ദുഷ്ടനും ക്രൂരനുമായ വേനൻ, കൊല്ലുന്നതിനൊന്നും യാതൊരു മയവും ഇല്ല. വേനൻ അമ്പും വില്ലും കയ്യിലേന്തി കാട്ടിൽ കടന്ന് സാധു മൃഗങ്ങളെ കൊന്നൊടുക്കുക പതിവായിരുന്നു. വെറുതെ കൊല്ലുക. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഒക്കെ കാണാം. ജനങ്ങൾ അവനെ കാണുന്ന മാത്രയിൽ വേനൻ വരുന്നേ വേനൻ വരുന്നേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടുമായിരുന്നു. ഈ വേനനെ എല്ലാവർക്കും പേടിയാണ്. മൃഗങ്ങളായിട്ട് തങ്ങളെയും തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതിയിട്ടായിരിക്കണം ജനങ്ങൾ ഈ വേനനെ കാണുമ്പം ഓടുന്നത്. അതിനു മുമ്പും അവർക്ക് അതുപോലത്തെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. കാരണം ഇങ്ങർക്ക് ഒരു ലക്കം ലഗാനുമില്ല. ജീവനുള്ള എല്ലാത്തിനെയും അങ്ങേര് കൊല്ലും. അത് അദ്ദേഹത്തിനൊരു വിനോദമാണ്. നിർദ്ദയനും കഠിനചിത്തനുമായ അവൻ കളിസ്ഥലങ്ങളിൽ കൂടിച്ചേർന്ന് കളിക്കുന്ന സമവയസ്കരായ ബാലന്മാരെ ബലാത്കാരമായി പിടിച്ച് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ ഉപദ്രവിച്ചു വന്നു. വാസ്തവത്തിൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യരും മൃഗങ്ങൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യർ വിചാരിക്കുന്നതാണ് മനുഷ്യരെന്തോ ശ്രേഷ്ഠരായ ആൾക്കാരാണ് എന്ന്. വാസ്തവത്തിൽ നമ്മളും മൃഗങ്ങളും ഒക്കെ തുല്യർ തന്നെയാണ്. അപ്പോൾ വേനൻ മനുഷ്യരെ മൃഗങ്ങളായിട്ട് കണ്ടതിൽ വലിയ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. നിർദ്ദയനും കഠിനചിത്തനുമായവൻ, അവിടെയാണ്
പ്രധാനം. മൃഗങ്ങളെ പോലെ കൊന്നു എന്നുള്ളതല്ല, നിർദയനും കഠിനചിത്തനുമാണ്. യാതൊരു ദാക്ഷിണ്യവുമില്ല, എന്താ ചെയ്യേണ്ടതെന്നൊരു വകതിരിവുമില്ല. നിർദയനും കഠിനചിത്തനുമായ അവൻ കളിസ്ഥലങ്ങളിൽ കൂടിച്ചേർന്ന് കളിക്കുന്ന സമവയസ്കരായ ബാലന്മാരെ, അപ്പൊ ബാലന്മാരിക്കുമ്പോ തന്നെ സ്വഭാവ ഗുണം കാണിച്ചു തുടങ്ങുകയാണ്. സമവയസ്കരായ ബാലന്മാരെ ബലാത്കാരമായി പിടിച്ച് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ ഉപദ്രവിച്ചു പോന്നു. മനുഷ്യരെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല, മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും ശരിയല്ല. അപ്പം മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ മനുഷ്യരെയും കൂടി ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ആ കഠിന ചിത്തത്തെയും ചിത്തകാഠിന്യത്തെയും നിർദാക്ഷിണ്യത്തെയും വെളിപ്പെടുത്താൻ കൂടിയാണ്. അത്ര നിർദയനായിരുന്നു. തൻ്റെ പുത്രൻ ദുഷ്ടനും ജീവികളെ ഹിംസിക്കുന്നവനുമാണെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് പല പ്രകാരത്തിലും അവനെ ശാസിച്ചു, നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്നത്തെ പോലെ പലതരത്തിലുള്ള കൗൺസിലിങ്ങിനും വിധേയനാക്കി. ഇതൊക്കെ ഒരുതരം കൗൺസിലിംഗ് ആണ്. ഈ കൗൺസിലിംഗ് ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നേർവഴി അല്ലാതെ പോകുന്നവർക്ക് നേർവഴി ഉപദേശിച്ചു കൊടുക്കുവാൻ നടത്തുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണം അന്നുമില്ല, ഇന്നുമില്ല. തൻ്റെ പുത്രൻ ദുഷ്ടനും ജീവികളെ ഹിംസിക്കുന്നവനുമാണെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് പല പ്രകാരത്തിലും അവനെ ശാസിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ശാസിച്ചതുകൊണ്ടോ ശിക്ഷിച്ചതുകൊണ്ടോ ഫലമില്ലെന്നും അവനെ നന്നാക്കിയെടുക്കാൻ കഴിയുകയില്ലെന്നും ബോധ്യപ്പെട്ട രാജാവ് വളരെയേറെ ദുഃഖിതനായി തീർന്നു. ആധുനിക ന്യൂറോ സയൻസിൻ്റെ അഭിപ്രായത്തിൽ വെറുതെ കൗൺസിലിംഗ് നടത്തിയത് കൊണ്ട് ഒരാൾക്കും വലിയ മാറ്റം ഉണ്ടാവുകയില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറുന്നത് അവരുടെ തലച്ചോറിൻ്റെ പ്രത്യേക ഘടന കാരണമാണ്. തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽസിൻ്റെ ആക്ഷനാണ് ഓരോരുത്തരുടെയും സ്വഭാവം. അതിൽ മാറ്റം വരുത്താൻ പറ്റിയാൽ മാത്രമേ, ബ്രെയിൻ റീവയർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാവുകയുള്ളൂ. അല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നത് കൊണ്ട് തലച്ചോറിൽ പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത്. ഇത് അന്നത്തെ കാലത്തും അവർക്ക് മനസ്സിലായി. കാരണം പ്രത്യേകിച്ച് ശാസിച്ചത് കൊണ്ടോ ശിക്ഷിച്ചത് കൊണ്ടോ, വെറുതെ ശിക്ഷിച്ചത് കൊണ്ടൊന്നും ഒരാൾ നന്നാവാൻ പോകുന്നില്ല. റിഫോർമേഷൻ ഉദ്ദേശിച്ചിട്ടാണ് പണിഷ്മെൻറ്റ്. പക്ഷേ പണിഷ് ചെയ്യപ്പെടുന്നവർ റിഫോംഡ് ആവുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നു. പണിഷ്മെൻറ്റ്, ശിക്ഷിക്കപ്പെടുന്നവർ ഒരു പക്ഷേ ആ ശിക്ഷയുടെ ഭയം, ശിക്ഷയുണർത്തുന്ന ഭയം കാരണം അവർ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നേക്കാം. അവരിൽ മാറ്റമുണ്ടായത് കൊണ്ടല്ല, അവർക്ക് ഭയമുള്ളത് കൊണ്ടാണ് അവർ പലതും ചെയ്യാത്തത്. അപ്പം ഈ ശിക്ഷിച്ചാൽ ആൾക്കാർ മാറും എന്നുള്ള വാദം അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അങ്ങനെ ശിക്ഷിച്ച് ആളെ മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ പല കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷിക്കപ്പെട്ടവർ. അവർ ശിക്ഷ കഴിഞ്ഞിറങ്ങി വന്നാൽ അതേ പ്രവൃത്തി തന്നെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ വാർത്തകളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ടോ ശാസിച്ചത് കൊണ്ടോ ഒരാളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാവുകയില്ല. അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം തലച്ചോറിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് ഒരാളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത്. അതിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തലച്ചോറിൽ മാറ്റം വരണം. അങ്ങനെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു തെറാപ്പി മാത്രമേ ഇന്നുള്ളൂ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, CBT എന്ന് പറയും. ആ ഒരു തെറാപ്പി ഒഴിച്ച് മറ്റ് തെറാപ്പികളൊന്നും ഇന്ന് ന്യൂറോ സയൻസ് അംഗീകരിച്ചിട്ടില്ല. അപ്പം അന്നത്തെ കാലത്ത് ഒരു പക്ഷേ ആ തെറാപ്പി അത്ര പ്രിവലൻ്റ് ആയിരുന്നിരിക്കില്ല. അതുകൊണ്ടാണ് രാജാവ് പരാജയപ്പെട്ടത്. ശാസിച്ചു നോക്കി രക്ഷയില്ല, ശിക്ഷിച്ചു നോക്കി ഒരു രക്ഷയില്ല. കാരണം ചിലർക്ക് ശിക്ഷയൊന്നും വലിയ ഭയം ഉണ്ടാക്കില്ല. കുറച്ച് കാലം ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഭയം ഇല്ലാതാവുകയും ചെയ്യും. ശിക്ഷിച്ചു നോക്കി എന്നിട്ടും ഫലമില്ല, അവനെ നന്നാക്കിയെടുക്കാൻ കഴിയുകയില്ലെന്നും ബോധ്യപ്പെട്ട രാജാവ് വളരെയേറെ ദുഃഖിതനായി തീർന്നു. യാഗം ചെയ്ത് കിട്ടിയതാണേ, യാഗം ചെയ്ത് കിട്ടിയ സന്തതിയാണത്. അതിങ്ങനെയായി തീരും എന്ന് അദ്ദേഹം ധരിച്ചില്ല. ദുഃഖനിമഗ്നനായ അംഗരാജാവ്
ദുരാചാരിയായ സുപുത്രനെ കുറിച്ച് ചിന്തിച്ച് മനം നൊന്ത് വിലപിക്കാൻ തുടങ്ങി. ഇപ്പൊ തനിക്കൊരു പുത്രൻ ഉണ്ടാകണം എന്ന് ഇദ്ദേഹം കരുതിയത് തൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തനിക്ക് പിൻഗാമിയായിട്ട് ഒരാൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം ചിന്തിച്ച് മനം നൊന്ത് വിലപിക്കാൻ തുടങ്ങി. നമുക്ക് ഇഷ്ടമായത് നമുക്കനുകൂലമായിട്ടല്ല നിലകൊള്ളുന്നത് എന്ന വസ്തുത തിരിച്ചറിഞ്ഞാൽ അത് ദുഃഖകരമാണ്. അപ്പം ഇവിടെ പുത്രനാണ്, യാഗം ചെയ്തിട്ടൊക്കെ ഉണ്ടായ പുത്രനാണ്. അപ്പോൾ ആ പുത്രനോടുള്ള അറ്റാച്ച്മെന്റ് കൂടും. ആ അറ്റാച്ച്മെന്റ് ആണ് അദ്ദേഹത്തിന് ഈ ദുഃഖത്തിന് കാരണമായത്. ദുഃഖനിമഗ്നനായ അംഗമഹാരാജാവ് ദുരാചാരിയായ സുപുത്രനെ കുറിച്ച് ചിന്തിച്ച് മനം നൊന്ത് വിലപിക്കാൻ തുടങ്ങി. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ളവരിൽ സന്താനങ്ങളില്ലാത്തവർ മുൻജന്മങ്ങളിൽ ഈശ്വരനെ നല്ലവണ്ണം പൂജിച്ചിട്ടുള്ളവരായിരിക്കണം. കാരണം കൊള്ളരുതാത്ത മക്കൾ നിമിത്തമുണ്ടാകുന്ന ദുസ്സഹമായ ദുഃഖം അവർക്ക് അനുഭവിക്കാൻ വരുന്നില്ലല്ലോ. പലപ്പോഴും ജീവിതാനുഭവങ്ങൾ ഒരാളെ വലിയ തത്വജ്ഞാനിയാക്കി മാറ്റും. ജീവിതാനുഭവങ്ങളാണ് വാസ്തവത്തിൽ ഫിലോസഫിയുടെ അടിത്തറ. എല്ലാ തത്വജ്ഞാനങ്ങളും ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെ സ്വപുത്രൻ ഉണർത്തിയ ദുഃഖത്തീയിൽ വെന്തുരുകുന്ന മഹാരാജാവ് തത്വജ്ഞാനിയായി. അദ്ദേഹം പറയുകയാണ്, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ളവരിൽ സന്താനങ്ങളില്ലാത്തവർ മുൻജന്മങ്ങളിൽ ഈശ്വരനെ നല്ലവണ്ണം പൂജിച്ചിട്ടുള്ളവരായിരിക്കണം. ഇത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ള പലർക്കും മക്കൾ വേണ്ട എന്നുള്ളതാണ് അഭിപ്രായം. അപ്പം അവരൊരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈ തിരിച്ചറിവിലേക്ക് എത്തിക്കാണണം. കാരണം ഇന്ന് സന്താനങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഗൃഹസ്ഥാശ്രമികളുടെ വിവാഹിതരുടെ എണ്ണം കൂടിയാണ് വരുന്നത്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ളവരിൽ സന്താനങ്ങളില്ലാത്തവർ മുൻജന്മങ്ങളിൽ ഈശ്വരനെ നല്ലവണ്ണം പൂജിച്ചിട്ടുള്ളവരായിരിക്കണം. ഇത് അന്ന് നിലനിന്നിരുന്ന സംസ്കാരത്തിന് വിരുദ്ധമായിട്ടാണ് ഈ ചിന്ത. കാരണം അന്ന് നിലനിന്നിരുന്ന സംസ്കാരം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മക്കളുണ്ടാവണം എന്ന് പറഞ്ഞാൽ വിശേഷാൽ പുരുഷ പ്രജയുണ്ടാകണം. അങ്ങനെ പുരുഷപ്രജ ഉണ്ടാക്കിയാൽ പുരുഷപ്രജയാണ് കണ്ടിന്യൂവിറ്റിക്ക് കാരണമാകുന്നത്. അങ്ങനെ പുരുഷപ്രജ ഉണ്ടാകണം. ഇതൊക്കെയാണ് അന്ന് നിലവിൽ നിന്നിരുന്ന സംസ്കാരം. അതിന് വിരുദ്ധമായിട്ടാണ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിലനിൽക്കുന്ന സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും. ആർക്കാണെങ്കിലും ശരി. ധാർമ്മികനായ മഹാരാജാവിനു പോലും മക്കളുണ്ടാകാൻ യജ്ഞങ്ങൾ നടത്തി ഈശ്വരനെ പ്രസാദിപ്പിച്ച് വരം നേടിയ മഹാരാജാവ് പോലും അന്ന് നിലനിന്നിരുന്ന സംസ്കാരത്തിന് പ്രതികൂലമായിട്ട് ചിന്തിക്കുകയാണ്. ജീവിതാനുഭവങ്ങളാണ് പലപ്പോഴും പല ചിന്തകൾക്കും കാരണമാകുന്നത്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ളവരിൽ സന്താനങ്ങളില്ലാത്തവർ മുൻജന്മങ്ങളിൽ ഈശ്വരനെ നല്ലവണ്ണം പൂജിച്ചിട്ടുള്ളവരായിരിക്കണം. കാരണം കൊള്ളരുതാത്ത മക്കൾ നിമിത്തമുണ്ടാകുന്ന ദുസ്സഹമായ ദുഃഖം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. വല്ലാത്ത ഉണ്ണിയേക്കാൾ ഇല്ലാത്ത ഉണ്ണി നന്നു എന്ന് ഒരു ചൊല്ലുണ്ട്. വല്ലാത്ത ഉണ്ണിയേക്കാൾ ഇല്ലാത്ത ഉണ്ണി. ഇതേപോലെ വേനനെ പോലെയുള്ള മക്കളൊക്കെ ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് മക്കളില്ലാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ മക്കൾ എപ്പോഴും സന്തോഷവും സുഖവും സമാധാനവും തരുന്നവരായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കൊള്ളരുതാത്ത മക്കൾ നിമിത്തമുണ്ടാകുന്ന ദുസ്സഹമായ ദുഃഖം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. ദുർവൃത്തരായ സന്താനങ്ങൾ നിമിത്തം മാതാപിതാക്കൾക്ക് അതിരറ്റ പാപത്തെ സൂചിപ്പിക്കുന്ന ദുഷ്കീർത്തി ഉണ്ടാകുന്നു. മക്കൾ മോശക്കാരായാൽ അത് അച്ഛനമ്മമാരിലേക്കാണ് പ്രതിഫലിക്കുക. വേണ്ടതുപോലെ നോക്കുന്നില്ല, വേണ്ടത് വേണ്ടപ്പം വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് അഭിപ്രായങ്ങൾ ഉണ്ടാവുക. വസ്തുത ഒരാളുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് അയാളുടെ തലച്ചോറാണ് എന്നുള്ളതാണ്. അത്
അന്നത്തെ കാലത്ത് ആർക്കും അറിയാൻ സാധിക്കുന്നതായിരുന്നില്ല. ഇന്ന് പക്ഷെ ശാസ്ത്രം പുരോഗമിച്ച് ശാസ്ത്ര സത്യങ്ങൾ നമ്മുടെ അടുത്തേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് അറിയാതെ പോകുന്നത് നമ്മളുടെ പിടിപ്പുകേട് കൊണ്ടായിരിക്കണം. ഇതറിഞ്ഞാലും, ഒരാളുടെ തലച്ചോറാണ് അയാളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് എന്നറിഞ്ഞാലും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തുമൊക്കെ കുറ്റം പറയുന്നതിനും ഈ വാക്കുകൾ കൊണ്ട് നോവിക്കുന്നതിനും നമ്മൾ ആരും അത്ര മോശക്കാരല്ല. അപ്പോൾ നമുക്ക് പലതും അറിയാമെങ്കിലും ആ അറിവുകളെ മറച്ചു വെച്ച് നമ്മൾ കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ കാരണം. ഈ ദുർവൃത്തരായ സന്താനങ്ങൾ നിമിത്തം മാതാപിതാക്കൾക്ക് അതിരറ്റ പാപത്തെ സൂചിപ്പിക്കുന്ന ദുഷ്കീർത്തി ഉണ്ടാകുന്നു. അച്ഛനമ്മമാർക്ക് വല്ലാത്ത ചീത്തപ്പേരുണ്ടാവുകയാണ്. വളർത്തുദോഷം എന്നാണ് അതിനെ വിളിക്കുക. പാവം അച്ഛനമ്മമാർ മക്കളെ നല്ലവണ്ണം നോക്കുന്നുണ്ട്. ഏതെങ്കിലും അച്ഛനമ്മമാർ അവരുടെ മക്കൾ മോശക്കാരനാകണം എന്ന് വിചാരിച്ച് വളർത്തുമോ? എല്ലാ അച്ഛനമ്മമാരും അവരുടെ കഴിവിൻ്റെ പരിധിക്കകത്ത് നിന്ന് നല്ലവരാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മക്കളെ വളർത്തുന്നത്. പക്ഷെ മക്കൾ ഓരോരുത്തരും അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എന്നും അവരുടെ വ്യക്തിത്വങ്ങളെ രൂപീകരിക്കുന്നത് അവരുടെ തലച്ചോറിൻ്റെ ഘടനയാണ് എന്നും തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് അംഗീകരിക്കാത്തത് കൊണ്ടോ ആണ് ഈ വക വർത്തമാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ദുർവൃത്തരായ സന്താനങ്ങൾ നിമിത്തം മാതാപിതാക്കൾക്ക് അതിരറ്റ പാപത്തെ സൂചിപ്പിക്കുന്ന ദുഷ്കീർത്തി ഉണ്ടാകുന്നു. അന്നു മാത്രമല്ല, ഇന്നും